എല്ലാവർക്കും നമസ്കാരം. LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2021-2026 ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് LGS ലെവലിലുള്ള പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 32/2021 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ കറണ്ട് അഫെയർ ആണ്. ഞാൻ ആ പഴയ കറണ്ട് അഫെയർ പറയുന്നില്ല, പുതിയത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. 2025 49ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ്. അദ്ദേഹത്തിന്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ്. 2024 48ാമത് വയലാർ പുരസ്കാരം അശോകൻ ചെരുവിലിന് അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിന്. 2023 ശ്രീകുമാരൻ തമ്പിക്ക് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം എന്ന നോവലിന്. ഓക്കെയാണോ? അപ്പൊ 2025 ആദ്യം ഇമ്പോർട്ടന്റ് കൊടുക്കുക. 49ാമത് കണ്ടോ, ഇവിടെ ചോദ്യം 44 എന്നാണ് കണ്ടോ. അപ്പൊ അവിടെ തെറ്റാൻ പാടില്ല കേട്ടോ. ചോദ്യം വന്നത് ഇവിടെ വർഷമല്ല, 44ാമത്തെ എന്നാണ്. അപ്പൊ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും, അത് പഠിച്ചിട്ടില്ലെങ്കിൽ. അപ്പൊ ഇവിടെ എന്താ 49 2025 കണ്ടോ, 5ഉം 2ഉം 7ഉം 2ഉം 9. 49ാമത് വയലാർ പുരസ്കാരം ഈ സന്തോഷ് കുമാറിന് തപോമയുടെ അച്ഛൻ. 2024 48 അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിന്. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലത്തിന് കേട്ടോ. നെക്സ്റ്റ് വൺ, നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എന്താണെന്ന് പറയാം, പഴയത് പറയുമ്പോൾ പുതിയതും കൂടി പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് കറണ്ട് അഫെയർ മാത്രം പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് 2025 ONV പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. 2024 പ്രതിഭ റായിക്കും. 2023 C രാധാകൃഷ്ണനുമാണ് കേട്ടോ. 2025 ആദ്യം പഠിക്കുക പ്രഭാവർമ്മ. അതേ പ എന്നുള്ള അക്ഷരം തന്നെയാണ് ONV പുരസ്കാരം കണ്ടോ. അതില് 2024 പ്രതിഭ റായി കേട്ടോ. പ്രഭാവർമ്മ, പ്രതിഭ റായി. 2023 C രാധാകൃഷ്ണൻ. തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരന്റെ ആത്മകഥയാണ്? പുതുശ്ശേരി രാമചന്ദ്രന്റെ ആത്മകഥയാണ് തിളച്ച മണ്ണിൽ കാൽനടയായി. അടുത്തിടെ അന്തരിച്ചു. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആരെ എന്ന് ചോദിച്ചു. അതേപോലെ മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി ഏത് എന്നും ചോദിച്ചു അല്ലെ. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 2019 ചോദിച്ചത്, നമുക്ക് 2025 നോക്കാം. ഇവിടെ ചോദിച്ചത് ഏതാണ്? മലയാള സാഹിത്യകാരൻ ആരെന്നാണ് ചോദിച്ചത്. അത് പഠിക്കേണ്ടത് പ്രഭാകരനാണ് കേട്ടോ. N പ്രഭാകരനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ എന്നുള്ളത്. ഇവിടെ നോക്കിക്കേ, മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏതെന്ന് ചോദിച്ചു. അതേതാണ് മികച്ച മലയാള സാഹിത്യ കൃതി ഏതാണ് എടുത്തത്? മായാമനുഷ്യരാണ് കേട്ടോ. മായാമനുഷ്യരാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളി സാഹിത്യകാരൻ N പ്രഭാകരൻ. മികച്ച മലയാള സാഹിത്യ കൃതി ഏതെന്ന് ചോദിച്ചാൽ അത് മായാമനുഷ്യർ. ഷാങ്ഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏതാണ്? ഷാങ്ഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ അത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശിലാണ്. ബ്രിട്ടനിൽ ധനമന്ത്രിയായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ഋഷി സുനക്കാണ്. ഏതിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്. 2025 അടക്കം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏതാണ്? ഇന്റർനെറ്റിന്റെ ലഭ്യത എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് എന്ത് ചെയ്തു? സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ഉത്തർപ്രദേശിലെ മന്ത്രിയാണ് കേട്ടോ. ഉത്തർപ്രദേശിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹം കോവിഡ് ബാധിച്ച് മരിച്ചു. കമൽ റാണി വരുൺ. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തോടു കൂടി കടന്നു പോകുന്നത് 82.5 ഡിഗ്രി. ഇതാണ്
പൂർവ രേഖാംശം, പൂർവം കേട്ടോ, കിഴക്കാണ് കേട്ടോ, കിഴക്ക്. പൂർവം എന്ന് പറയുമ്പോൾ കിഴക്കാണ്, പശ്ചിമം എന്ന് പറയുമ്പോൾ അത് പടിഞ്ഞാറ് ആണ്. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5.5 മണിക്കൂർ മുന്നിലാണ്. അല്ലെ, SCRT ആണ്. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കു പർവ്വതം ആരവല്ലിയാണ്. ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടിയാണ്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം, ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം വൃഷ്ടിപ്രദേശമാണ്. ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരം ഇത് എവിടത്തെയാണെന്നറിയോ? SCRT കിടക്കുന്ന ചോദ്യമാണിത്. രവി നദീതീരത്താണ്. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? ഇന്ത്യയിലെ ഉഷ്ണകാലം, നമ്മൾ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? മാർച്ച് ടു മെയ്യിലെ. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ പ്രധാനപ്പെട്ട മണ്ണ്, ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ നമുക്കറിയാം നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് അല്ലെ. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം തമിഴ്നാട് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാണ് ഒരു പക്ഷി സങ്കേതം പഠിച്ചത്? വേടന്തങ്കൽ അല്ലെ. വേടന്തങ്കൽ, പോയിന്റ് കാലിമർ ഇതൊക്കെ തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം അത് മധ്യപ്രദേശിലാണ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ പോർച്ചുഗീസുകാരാണ്. ആദ്യം വന്നതും അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. 1857 കലാപം അറിയപ്പെടുന്നത് ശിപായി ലഹള. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ, കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? ബാറൽ ഹേസ്റ്റിംഗ് ആണ് അല്ലെ. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചതും ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചതും ഒക്കെ ആരാണ്? ബാറൽ ഹേസ്റ്റിംഗ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ദേശീയതയാണ്, അത് രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വേദങ്ങളും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളും ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചു രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി, ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. നീൽ ദർപ്പൺ രചിച്ചത്, നീൽ ദർപ്പൺ എന്ന് പറയുന്നത് ഒരു നാടകമാണ്. അത് രചിച്ചത്, നീൽ ദർപ്പൺ എന്ന നാടകം, ദീനബന്ധു മിത്ര. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യത്തെ മലയാളി, പ്രഥമ പൗരൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയാണ് കേട്ടോ. ആ രാഷ്ട്രപതിയായ ആദ്യത്തെ മലയാളി ആരാണ്? KR നാരായണനാണ്. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരായിരുന്നു? ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ. ആ രാജേന്ദ്ര പ്രസാദ് ആകുന്ന സമയത്ത് ഉപപ്രധാനമന്ത്രി ആയിരുന്നു ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹം രണ്ടാമത് എന്തായി? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ത് ചെയ്തു? പ്രസിഡന്റ് ആയിട്ട് വന്നു. അപ്പൊ ഉപരാഷ്ട്രപതി അതിനു ശേഷം രാഷ്ട്രപതി ആയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭാഗം 3-ലാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശം റദ്ദു ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? നിയമാവകാശമാണ്. ആദ്യം മൗലിക അവകാശമായിരുന്നു, പിന്നീട് അത് നിയമാവകാശമായി മാറി. അസ്പൃശ്യത അതായത് അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെയാണ് ഈ ആർട്ടിക്കിൾ എന്ത് ചെയ്തിരിക്കുന്നത്? പാസ്സാക്കിയിരിക്കുന്നത് കേട്ടോ. ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, മൗലികാവകാശങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദു ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് എന്ന് പറഞ്ഞു. പഠിച്ചോളണം, കൺഫ്യൂഷൻ വരാൻ പാടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഏത് അനുച്ഛേദ പ്രകാരമാണ്? 352. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ്, നിയമം. 1993 സെപ്റ്റംബർ മാസം 28-നാണ് കേട്ടോ. ഇവിടെ സംരക്ഷണ നിയമമാണ് സെപ്റ്റംബർ 28 അല്ലെ. 93 ഒക്ടോബർ 12-നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, കമ്മീഷൻ വരുന്നത്. സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലെ, ഭരണഘടനാ സ്ഥാപനം ഒന്നുമല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറൽ ആണ്. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം, മഴ കുറവുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? എന്ത് പറയും? മഴനിഴൽ പ്രദേശം എന്ന് പറയും അല്ലെ. മഴ ഏറ്റവും കുറവ് ലഭിക്കുന്ന പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശം എന്ന് പറയും. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ആൻസർ ചിന്നാറാണ്, ഇടുക്കിയാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ചിന്നാർ, ഇടുക്കിയാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് മഴനിഴൽ പ്രദേശം. അപ്പൊ വേറെ ചോദ്യമാണ്, PSCയുടെ വേറെ ചോദ്യമാണ്, കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ചിന്നാറ്. കേരളത്തിൽ ശൈത്യകാലം എപ്പോഴും നമ്മൾ നല്ല തണുപ്പൊക്കെ ആയിട്ട് വരുന്നത് ജനുവരി മാസങ്ങളിൽ, ഡിസംബർ ടു ഫെബ്രുവരിയിലാണ്. പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ്? വയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി, അതായത് ഡാറാസ്മയിൽ സ്ഥാപിച്ചത് ആലപ്പുഴയിൽ സ്ഥാപിതമായത് കയർ ഫാക്ടറി 1859 AD. 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലം, ദേശീയപാത NH85 ഏതൊക്കെ സ്ഥലങ്ങളിൽ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? കൊച്ചി ഡോണ്ടി പോയിന്റ്. അയ്യങ്കാളി ജനിച്ച ദിവസം നന്നായി പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ വന്നതാണ്. അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികള്, വൈകുണ്ഠ സ്വാമികള്, ശ്രീനാരായണ ഗുരു, ഇവിടെയൊക്കെ ഒന്ന് ജനനം ഒന്നും വർഷം ആലോചിക്കണം. D ആണ് കേട്ടോ. 1863 ഓഗസ്റ്റ് മാസം 28. 1863 ഓഗസ്റ്റ് മാസം 28-നാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അക്കാമ ചെറിയൻ എന്ന പുസ്തകം എഴുതിയത് R പാർവതി ദേവിയാണ്. ആഗമാനന്ദ അന്തരിച്ച വർഷം 1961-ലാണ്. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അയ്യങ്കാളിയുടെ പ്രതിമ 1900, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വർഷം ഏതെന്ന് ചോദിച്ചാൽ 1980 അങ്ങനെ തന്നെ പഠിക്കണം. ക്വസ്റ്റ്യൻ ഒക്കെ നന്നായിട്ട് പഠിക്കണം. നമ്മൾ വെറുതെ ഇത് ക്വസ്റ്റ്യൻ വായിച്ചു ആൻസർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, നന്നായിട്ട് ക്വസ്റ്റ്യൻ ആദ്യം ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. 1989 അയ്യങ്കാളിയുടെ പ്രതിമ, അതൊരു ചോദ്യമാണ്. ഇത് വേറൊരു ചോദ്യമാണ്. അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് ഏത് സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ട്. വെള്ളയമ്പലത്താണ്. അത് ഏതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമിയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം, ഈ ഒരു വാക്ക് ശ്രദ്ധിക്കണം, സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? കുണ്ടറ വിളംബരം 1809 ജനുവരി 11. മാസം വിത്ത് ഡേറ്റ് പഠിച്ചോളണം. 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്ന്? 1859 ജൂലൈ മാസം 26. 1859 ജൂലൈ 26. മനുഷ്യരെ രൂപം കൊള്ളുന്ന സ്ഥിരതന്ത്രം 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം.
രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആര്? വില്യം ഹാർവി ആണ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം. പേശികളെ കുറിച്ചിട്ടുള്ള പഠനമാണ് മയോളജി. എല്ലുകളെ കുറിച്ചിട്ടുള്ള പഠനം ഓസ്റ്റിയോളജി. വൃക്കകളെ കുറിച്ചിട്ടുള്ള പഠനം നെഫ്രോളജി. ഓക്കെ. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. നെക്സ്റ്റ്, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ എച്ച്. എ ആണ് ബയോട്ടിൻ ആണ് കേട്ടോ. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചത് എന്ന്? സെഹത്ത് ടെലിമെഡിസിൻ പദ്ധതിയുമായിട്ട് സഹകരിച്ച ഹോസ്പിറ്റൽ ഏതാണ്? നമ്മൾ പഠിച്ചത് അപ്പോളോയാണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോളോയാണ്. ഡി ആണ് കേട്ടോ. 2015 ഓഗസ്റ്റ് മാസം 15 2015 ഓഗസ്റ്റ് 25. റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം DDT ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ആണ്. തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ് ആണ്. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം ആണ്. ട്രിഷ്യം 1. പ്രോട്ടിയത്തിൽ ഒന്നുമില്ല. ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഇല്ലാത്തത് പ്രോട്ടിയം. ട്രിഷ്യത്തിൽ 1, ഡ്യൂട്ടീരിയത്തിൽ 2. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒന്നാമത്തെ മൂലകം നൈട്രജൻ ആണ്. ഓക്സിജൻ ആണ് രണ്ടാമത് കേട്ടോ. അപ്പൊ ഇത് ഇന്നും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ, രണ്ടാമത് കാണപ്പെടുന്നത് ഓക്സിജൻ. ഓക്സിജന്റെ അളവ് എത്രയാണ്? 21% കേട്ടോ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന ഗുണം ഏതാണ്? സോപ്പാണ് അല്ലെ? പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലാണ്. ഊർജം അളക്കാനുള്ള യൂണിറ്റ് ആണ് ജൂൾ. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം തുല്യ സമയം തുല്യ ദൂരം. എല്ലാം രണ്ടും ഈക്വൽ ആണ് അല്ലെ? ഇതൊന്നും അല്ല. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി. ഒന്നില്ലെങ്കിൽ മുന്നോട്ട് ചലിക്കുക അല്ലെങ്കിൽ ബാക്കോട്ട് ചലിക്കുക. പറയാം, നമ്മളൊരു വസ്തുവാണൊക്കെ സങ്കല്പിച്ചേ. നമ്മൾ മുൻപോട്ട് ചലിക്കണ്ടേ പിൻപോട്ട് ചലിക്കണ്ടേ? അതിനെ പ്രയോഗിക്കുന്ന ശക്തി എന്താ? ബലമാണ് അല്ലെ? ബലം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ മുന്നോട്ട് അങ്ങോട്ട് തള്ളിയിട്ട് ചലിക്കണമെങ്കിൽ അതിനോട് ബലം പ്രയോഗിക്കണ്ടേ? വേണം. സൗരയൂഥം പിന്നിട്ട ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1 ആണ് കേട്ടോ. വോയേജർ 1 ആണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കൂട്ടുകാർ നെഗറ്റീവ് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് ചൂണ്ടിക്കണ്ടിട്ടുണ്ടായിരുന്നു. മനഃപൂർവ്വം ചെയ്യുന്ന മിസ്റ്റേക്ക് അല്ല, ചില അബദ്ധങ്ങൾ വരുന്നതാണ്. ക്ഷമിക്കുക കൂട്ടുകാർ, അത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ അത് അവിടെ പിൻ ചെയ്ത് വെച്ചോളാം. പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.